ഹായ് സുഹൃത്തുക്കളെ, ഒരറിവും ചെറുതല്ല. ഏതൊരു സാധാരണക്കാരനും ചെറുതായിട്ടൊക്കെ ഒന്ന് എ സി മെക്കാനിക്കായി മാറാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണ്. ക്ഷമയോടുകൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തം വർക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്, അത് പഠിക്കാവുന്നതാണ്. നമ്മൾ എ സിയുടെ കൂളിംഗ് പോരാന്ന് പറഞ്ഞിട്ട് ഏകദേശം 16 മുതൽ 20 വരെയുള്ള ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഏകദേശം നമ്മൾക്ക് അത് സെറ്റ് ചെയ്തിട്ടും ആ കൂളിംഗ് കിട്ടുന്നില്ല എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എ സിയുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് പൊക്കിയിട്ട് ഈ നെറ്റ് ഒന്ന് എടുത്ത് മെല്ലെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ് കൂടെ പോരും. അതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കൂളിംഗ് കുറവാണെന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ ഇവനാണ്. ഈ വില്ലനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം. ചിലപ്പോൾ നമ്മൾ എ സി മെക്കാനിക്കിനെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതുപോലെ തന്നെ മെല്ലെ എ സിയുടെ ഈ ഫ്രണ്ട് ഭാഗം പൊക്കിയിട്ട് ഈ നെറ്റ് മെല്ലെ എടുത്തതിന് ശേഷം ഈ ടാപ്പിൻ്റെ മുന്നിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇതുപോലെയൊക്കെ ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഈ നെറ്റ് വളരെ നൈസായിട്ടുള്ളതാണ്. അതുപോലെ ഇതൊരു ഫൈബർ മെറ്റീരിയൽ PVC ഒക്കെ അടങ്ങിയ മെറ്റീരിയലാണ് അധികം ഉണ്ടാവുക. പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. വെള്ളം വേണമെങ്കിൽ ഇതുപോലെ പ്രഷറിൽ തുറന്ന് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ബ്രഷ് ഉപയോഗിച്ചിട്ടാണെങ്കിലും കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതുപോലെയൊക്കെ ടാപ്പിൽ സ്പീഡിൽ വെള്ളം തുറന്നിട്ടിട്ടാണെങ്കിലൊക്കെ നല്ല വൃത്തിക്ക് കഴുകി അതിലെ അഴുക്കുകളൊക്കെ പോയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനെ നല്ല രീതിയിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കുക. കുറച്ച് സമയം വെച്ചാൽ തന്നെ നല്ല വെയിലുള്ള സമയത്ത് ഇത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ട് വരും. പിന്നെ ഇത് രണ്ടാമത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ജലാംശം ഇല്ല എന്നുള്ളത് നമ്മൾ 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വീണ്ടും ഓണാക്കുന്ന സമയത്ത് ജലാംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് പൊടി പിടിക്കുന്നതാണ്. പിന്നെയും അത് വേഗം ഇതുപോലെ തന്നെ പൊടിയായി നിറഞ്ഞിട്ട് പ്രശ്നമാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഊരിയെടുത്ത് അതുപോലെ തന്നെ അതിനെ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പം പെട്ടെന്ന് അങ്ങ് കയറിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ചില സമയത്ത് അതിൻ്റെ ലോക്കിൽ എവിടെയെങ്കിലും കുടുങ്ങിയിട്ട് നമുക്ക് പെട്ടെന്നൊന്നും സെറ്റാക്കാൻ കഴിയില്ല. അത് 1-2 പ്രാവശ്യം മെല്ലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് എന്തുണ്ട് ഈ ലോകത്ത്. പിന്നെ എ സിയുടെ ഈ ഡോറ് പതുക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എ സി ഓണാക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള കൂളിംഗ് അവിടെ കിട്ടിയിട്ടുണ്ടാവും. കാരണം 16 മുതൽ 20 വരെ ഇടുന്ന സ്ഥലത്ത് നിങ്ങൾ 25-ന് മേലോട്ടേ ഇടുള്ളൂ. കാരണം അത്രയും കൂളിംഗ് മാത്രമല്ല, അത്രയും എനർജിയും സേവിങ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരറിവും ചെറുതല്ല.